ആ പാപ്പിച്ചായനും അപ്പച്ചനും കാണിച്ചിട്ടുള്ള അതേ പ്രവൃത്തിയാണ് ഇന്നലെ കെ സി വേണുഗോപാൽ കാണിച്ചത്. കെ സി വേണുഗോപാലിൻ്റെ ഈ ഷോകൾ കുറച്ച് മുന്നേ നടത്തേണ്ടിരുന്ന ഷോകളാണ്. ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്തല്ല ഈ ഷോകൾ നടത്തേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ഇതിനെക്കുറിച്ച് പ്രതികരിക്കാനുള്ളത്. കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് മനസ്സിലാക്കാതെയാണ് കെ സി വേണുഗോപാൽ പല സമയത്തും പെരുമാറുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയത്തെയും അഡ്രസ്സ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഏറെ ദയനീയമായൊരു കാഴ്ചയാണ്. NSS വി ഡി സതീശനെതിരെ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന ഒറ്റ ഒരാളാണ് അതിൻ്റെ പിന്നിലുള്ളത്. റോബർട്ട് വധേരയും കെ സി വേണുഗോപാലും തമ്മിലുള്ള ഒരു ആത്മബന്ധം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയും കെ സി വേണുഗോപാലും തമ്മിലുള്ള ഇതിനേക്കാളും വലുതാണ്. ഈ വരുന്ന വലിയൊരു ബൂർഷോ ആയിട്ടുള്ള അല്ലെങ്കിൽ വലിയൊരു കോർപ്പറേറ്റ് ശൃംഖലയുടെ തലവനായിട്ടുള്ള റോബർട്ട് വധേര തീരുമാനിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നുള്ളത്. ഷാഫി പറമ്പിലും കെ സി വേണുഗോപാലും ഒക്കെ ഒരു വള്ളിയിൽ കെട്ടാൻ പറ്റുന്ന ഐറ്റങ്ങൾ തന്നെയാണ്. അതിനകത്ത് മാറ്റമൊന്നുമില്ല. നമസ്കാരം. അടുക്കള ഷോയ്ക്ക് ശേഷം കെ സി വേണുഗോപാൽ പുതിയൊരു ഷോ ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നലെ YMCA ഹാൾ തിരുവനന്തപുരത്ത് സ്വിഗ്ഗി തൊഴിലാളികളുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനിടെ യാദൃശ്ചികമായ ഒരു സ്വിഗ്ഗി തൊഴിലാളിക്ക് ഒരു ഓർഡർ വരികയും അത് നൽകാൻ കെ സി വേണുഗോപാൽ കൂടെ പോയി ആ അനുഭവം പങ്കുവെക്കുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വളരെ വലിയ രീതിയിൽ അത് ആഘോഷിക്കപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് കെ സി വേണുഗോപാൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കെ സി വേണുഗോപാലിൻ്റെ ഈ ഷോകൾ കുറച്ച് മുന്നേ നടത്തേണ്ടിരുന്ന ഷോകളാണ്. ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്തല്ല ഈ ഷോകൾ നടത്തേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ഇതിനെക്കുറിച്ച് പ്രതികരിക്കാനുള്ളത്. നമ്മുടെ കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വിഗ്ഗി ഡെലിവറി ബോയ്സിൻ്റെ പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ ഈ ഒല ടാക്സി ഡ്രൈവർമാരുടെ പ്രശ്നങ്ങൾ, ടാക്സി ഡ്രൈവേഴ്സിൻ്റെ പ്രശ്നങ്ങൾ, ഇതിലൊക്കെ കൃത്യമായിട്ട് ഇടപെടാൻ വേണ്ടിയിട്ട് ഒരുപാട് അവസരങ്ങൾ UDF ഉണ്ടായിരുന്നു. പക്ഷേ അവർ യാതൊരു തരത്തിലുള്ള ഇടപെടലുകളും ഈ വിഷയങ്ങളിൽ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ ജോലി ചെയ്യുന്ന ഒരു ഇടമാണ് ഈ പറഞ്ഞ സ്വിഗ്ഗിയും സൊമാറ്റോയും ഒക്കെ. അതുകൂടാതെ വേറെ ഒരുപാട് പോർട്ടലുകൾ ഇപ്പോഴുണ്ട്, ഡെലിവറി പോർട്ടലുകൾ ഇപ്പോൾ ഉണ്ട്, ബ്ലിങ്കിറ്റ്, അങ്ങനെ ഒരുപാട് പോർട്ടലുകളുണ്ട്. അപ്പോൾ ഇവരൊക്കെ നേരിടുന്ന ചില പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഇവിടെ കുറേ നാളുകളായിട്ട് നിലനിൽക്കുന്നതാണ്. അപ്പോൾ അത് ചർച്ച ചെയ്യാനായിട്ട് അതുമായി ബന്ധപ്പെട്ട് വേണ്ട കാര്യങ്ങളിൽ ഇടപെടലുകൾ നടത്താനായിട്ടും കെ സി വേണുഗോപാലും കേരളത്തിലെ UDF സംവിധാനങ്ങളും ഒരുപാട് പിന്നോട്ട് പോയി എന്ന് വേണം പറയാനായിട്ട്. കാരണം നാട്ടിലെ ചെറുപ്പക്കാർക്കിടയിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുന്നതിൽ മുഖ്യ പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസ് പരാജയപ്പെട്ടു എന്ന് വേണം പറയാനായിട്ട്. അതിനുശേഷം പിന്നീട് കഴിഞ്ഞ ദിവസത്തെ അടുക്കള ഷോയെ ഇപ്പോൾ എല്ലാവരും വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം അറിയാലോ. കാരണം ഭൂമിയിലെ രാജാക്കന്മാർ എന്ന സിനിമയ്ക്കകത്ത് മോഹൻലാൽ അടുക്കളയിൽ കയറി മീനും കപ്പയും കഴിക്കുന്ന അതിനോട് ഉപമിച്ച് ഏകദേശം കെ സി വേണുഗോപാൽ എയറിലാണ് നിൽക്കുന്നത്. ആ എയറിൽ നിൽക്കുന്ന കെ സി വേണുഗോപാലാണ് വീണ്ടും ഇന്നലെ പോയിട്ട് ഈ സൊമാറ്റോ ആളുകളെ കാണുന്നു, അല്ലെങ്കിൽ സ്വിഗ്ഗിയുടെ ആളുകളെയൊക്കെ കാണുന്നു. കണ്ടതിന് ശേഷം അവിടെ നിന്ന് വന്ന ഓർഡറിൽ ഇയാൾ ആ വണ്ടിയുടെ പുറകിൽ കയറിയിരുന്ന് ഈ ഡെലിവറി സ്ഥലത്ത് പോകുന്നു. അതിൻ്റെ പുറകെ ക്യാമറ വരുന്നു. ഇതൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് ഓർമ്മ വരുന്നത് പാപ്പിച്ചായനെയാണ്. തീർച്ചയായിട്ടും ആ പാപ്പിച്ചായനും അപ്പച്ചനും കാണിച്ചിട്ടുള്ള അതേ പ്രവൃത്തിയാണ് ഇന്നലെ കെ സി വേണുഗോപാൽ കാണിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞത് കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് മനസ്സിലാക്കാതെയാണ് കെ സി വേണുഗോപാൽ പല സമയത്തും പെരുമാറുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഇപ്പം ഞാൻ പറയട്ടെ, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടിട്ട് അതിൽ വരുത്താൻ പോകുന്ന ചില മാറ്റങ്ങളെ സംബന്ധിച്ചിട്ടൊക്കെ പാർലമെൻറ്റിനകത്ത് പുതിയ ബില്ല് വരുന്ന സമയത്ത് ആ പാർലമെൻറ്റിനകത്തല്ലേ സംസാരിക്കേണ്ടത്, അല്ലെങ്കിൽ പാർലമെൻറ്റിന് പുറത്തല്ലേ സമരം ചെയ്യേണ്ടത്. പക്ഷേ ഇതൊന്നും ചെയ്യാതെ ഇദ്ദേഹം എന്താ കാണിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആലപ്പുഴയിൽ വന്നിട്ട് ഒരു തോട്ടത്തിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്ന കുറേ സാധാരണ സ്ത്രീകളുടെ അടുക്കിലേക്ക് ചെല്ലുകയും അവർ വെച്ചിരുന്ന കപ്പയും ചമ്മന്തിയും കഴിച്ചതുകൊണ്ട് ഈ പദ്ധതിയിൽ വരുത്താൻ പോകുന്ന മാറ്റങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടാവുമോ? ഇല്ലല്ലോ. ആ സമയത്ത്, അതായത് ഈ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റി VBG റാം അതിലേക്ക് മാറ്റുന്ന സമയത്തൊക്കെ പാർലമെന്റിനകത്ത് പുറത്തും സമരം ചെയ്യണ്ടേ? അന്ന് ഇവർ ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്? അന്ന് ഇവർ ചെയ്തുകൊണ്ടിരുന്നത് ശബരിമലയിൽ ഒരു പാരടിപ്പാട്ട് ഇറങ്ങിയിരുന്നു, സ്വന്തം കട്ടവനാരപ്പ എന്നൊരു പാട്ടിറങ്ങിയിരുന്നു. പോറ്റിയെ കയറ്റിയുള്ള പാട്ട്. ആ പാട്ട് പാർലമെന്റിന് മുമ്പിൽ നിന്ന് ആലപിച്ചവർക്ക് ഈ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒരക്ഷരം ഇപ്പൊ എന്താണ് ചെയ്യേണ്ടത്? ഒരു വാർത്തകൾ തന്നെ ഉണ്ടാവുന്ന സമയത്ത് ആ വാർത്തയെക്കുറിച്ച് സംസാരിച്ചിട്ടില്ലേ കാര്യമുള്ളൂ. ആ വാർത്തയുടെ സമയം കഴിഞ്ഞതിന് ശേഷം, അതായത് പശുവും ചത്തും മോരിന്റെ പുളിയും പോയതിനു ശേഷം ആ വിഷയവുമായിട്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയിട്ട് വല്ല കാര്യമുണ്ടോ? ദേശീയ തലത്തിൽ പോലും കോൺഗ്രസിന് ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയത്തെയും അഡ്രസ്സ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഏറെ ദയനീയമായൊരു കാഴ്ചയാണ്. ഈ കെ സി വേണുഗോപാലിനെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ VD സതീശൻ ഒരു പുതിയുഗ യാത്രയുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ചെറിയൊരു മെജോറിറ്റി കോൺഗ്രസ് പാർട്ടിക്കകത്തും UDFിനകത്തും ഉണ്ടാകുമോ എന്നൊരു ഭയപ്പാട് ആർക്കുണ്ട്? കെ സി വേണുഗോപാലിനുണ്ട്. കെ സി വേണുഗോപാൽ ഇപ്പോൾ മനസ്സിൽ കരുതിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? കേരളത്തിൽ UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. സ്വയം പ്രഖ്യാപിച്ചിരിക്കുകയാണ്.
കാരണം പാലായിൽ മാണി സി കാപ്പൻ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചേക്കുന്ന പോലെ തന്നെ ഈ പറഞ്ഞ KC വേണുഗോപാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം പ്രഖ്യാപിച്ചു വെച്ചേക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. കാരണം സീനിയർ ആയിട്ടുള്ള മറ്റു പല നേതാക്കന്മാരും ഇല്ലേ. പക്ഷെ ഇന്നിപ്പോൾ കേരളത്തിലെ എല്ലാ ആളുകളും പറയുന്ന ഒരു കാര്യം എന്താണ്? അതായത് UDF മന്ത്രിസഭ വരികയാണ് എന്നുണ്ടെങ്കിൽ അവിടെ VD സതീശൻ മുഖ്യമന്ത്രിയാകണമെന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മലയാള മനോരമ എന്ന് പറയുന്നത് UDFൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സ്വന്തം ചാനലാണ്. ഈ സ്വന്തം ചാനൽ ബാർക്ക് റേറ്റിങ്ങിലൊക്കെ എവിടെ കിടക്കുന്നു എന്നുള്ളതൊക്കെ പോകട്ടെ, എത്ര ആളുകൾ കാണുന്നു എന്നുള്ളതും പോകട്ടെ, കോൺഗ്രസ്സുകാർ മാത്രമാണ് കാണുന്നത് എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. അവിടെയും VD സതീശന് 28% വോട്ട് കിട്ടുന്നുണ്ട്. കോൺഗ്രസ്സുകാരുടെ ഇടയിൽ പോലും 28% വോട്ട് VD സതീശന് കിട്ടുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന് 19% കിട്ടുന്നുണ്ട്. അത് കോൺഗ്രസ്സുകാർ മാത്രം കാണുന്ന ചാനലാണ് മലയാള മനോരമ എന്ന് ഓർക്കണം. അങ്ങനെയുള്ള മലയാള മനോരമയ്ക്കകത്ത് പോലും 19% വോട്ട് പിണറായി വിജയന് ലഭിക്കുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നിലനിൽക്കുന്ന സമയത്ത് KC വേണുഗോപാലിനെ സംബന്ധിച്ചിട്ട് സ്വാഭാവികമായിട്ടും ഒരു വെപ്രാളം ഉണ്ടാവുക സ്വാഭാവികമാണ്. ഇതിൽ ഞാൻ ചിന്തിച്ചത് വേറൊരു കാര്യമാണ്. ഈ KC വേണുഗോപാൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് മാത്രമാണ് KC വേണുഗോപാൽ കേരളത്തിലേക്ക് വരുന്നതും ഇവിടെയുള്ള ചില പ്രശ്നങ്ങളെയൊക്കെ അങ്ങ് അഡ്രസ്സ് ചെയ്ത് എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിൽ ഒട്ടുമിക്ക UDF സമരങ്ങളെയും അതുപോലെ തന്നെ UDF നടത്തിയിട്ടുള്ള പരിപാടികളെയും ഒക്കെ അഡ്രസ്സ് ചെയ്തതും ലീഡ് ചെയ്ത് കൊണ്ടുപോയതും VD സതീശൻ തന്നെയാണ്. ആ നിലയിൽ VD സതീശന് അർഹമായിട്ടുള്ള ഒരു പരിഗണന കിട്ടണം എന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. KC വേണുഗോപാൽ ഇപ്പോൾ വന്ന് ഈ ഷോ കാണിച്ച് VD സതീശൻ അങ്ങ് അപ്രസക്തനാക്കി ആ സ്ഥാനത്തേക്ക് അങ്ങ് കയറിക്കഴിഞ്ഞ് പതുക്കെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയൊക്കെ ഒന്നായി പതുക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാന്നുള്ളതാണ് അദ്ദേഹം തീരുമാനിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ NSS VD സതീശനെതിരെ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ആരാണ് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധം എല്ലാവർക്കും ഉണ്ടല്ലോ. KC വേണുഗോപാൽ എന്ന് പറയുന്ന ഒറ്റ ഒരാളാണ് അതിൻ്റെ പിന്നിലുള്ളത്. അദ്ദേഹം നടത്തിയിട്ടുള്ള നാടകങ്ങളുടെ ഒരു പരിണിത ഫലമാണ് ഇപ്പോൾ ഈ VD സതീശനും NSS തമ്മിലുള്ള ഒരു പ്രശ്നം എന്ന് തന്നെ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ KC വേണുഗോപാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഒരു ഹൈക്കമാൻഡ് തന്നെയാണ്. അതിനകത്തൊരു തർക്കമില്ല. കാരണം രാഹുൽ ഗാന്ധി എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് KC വേണുഗോപാലാണ്. പ്രിയങ്ക ഗാന്ധി എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഇപ്പോൾ KC വേണുഗോപാലാണ്. സോണിയാഗാന്ധിയെ സംബന്ധിച്ചിട്ട് അവരുടെ ആരോഗ്യനിലയ്ക്ക് ഇപ്പം വളരെ മോശമാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ സംഘടനാ വിഷയങ്ങളിലൊക്കെ ഇടപെടുന്നതിന് ഒരുപാട് പരിമിതികൾ സോണിയാഗാന്ധിക്ക് ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഒക്കെ പിറകിൽ നിൽക്കുന്ന മറ്റൊരു വലിയൊരു വില്ലനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് റോബർട്ട് വധേര എന്ന് പറയുന്നത്. ഈ റോബർട്ട് വധേരയും രാഷ്ട്രീയത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അടുത്ത പ്രാവശ്യം UDF കേരളത്തിൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് രാജ്യസഭാ അംഗമായിട്ട് ഡൽഹിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന വ്യക്തിയാണ് ഈ റോബർട്ട് വധേര എന്ന് പറയുന്നത്. റോബർട്ട് വധേരയും KC വേണുഗോപാലും തമ്മിലുള്ള ഒരു ആത്മബന്ധം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും തമ്മിലുള്ള ഇതിനേക്കാളും വലുതാണ്. അതുകൊണ്ട് തന്നെയാണ് KC വേണുഗോപാലിന് ഒരു വലിയൊരു കോൺഫിഡൻസ് എന്ന് പറയുന്നത്. കാരണം കേരളത്തിലെ കോൺഗ്രസ്സുകാർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് അവർ തീരുമാനിക്കും. ആര് തീരുമാനിക്കും? ഈ വരുന്ന വലിയൊരു ബൂർഷോ ആയിട്ടുള്ള അല്ലെങ്കിൽ വലിയൊരു കോർപ്പറേറ്റ് ശൃംഖലയുടെ തലവനായിട്ടുള്ള റോബർട്ട് വധേര തീരുമാനിക്കും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നുള്ളത്. അതിനുശേഷം ആ മുഖ്യമന്ത്രിയെ വെച്ചുകൊണ്ട് റോബർട്ട് വധേര കേരളത്തിൻ്റെ ഭരണം നടത്തും എന്ന കാര്യം കൂടി ഓരോ വോട്ടർമാരും ഓർത്തിരിക്കണം. വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുന്ന സമയത്ത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണിത്. കാരണം BJPക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി എത്ര കോടിയാണ് റോബർട്ട് വധേര കൊടുത്തിരിക്കുന്നത്. ഇലക്ട്രൽ ബോണ്ട് വഴി ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിക്ക് സംഭാവന കൊടുത്ത് ED കേസിൽ നിന്ന് രക്ഷപ്പെട്ടയാളാണ് ഈ റോബർട്ട് വധേര എന്ന് പറയുന്നത്. ആ റോബർട്ട് വധേരയുടെ ചരടിൻ്റെ അറ്റത്ത് കിടക്കുന്നയാളാണ് KC വേണുഗോപാൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ KC വേണുഗോപാൽ ഇതേമാതിരത്തെ പട്ടിഷോയൊക്കെ കാണിച്ച് വീണ്ടും ഏതെങ്കിലും തരത്തിൽ UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാം എന്ന് ധരിച്ച് തന്നെയാണ് നടക്കുന്നത്. ഇപ്പോൾ ഈ കുപ്പായം ഇട്ടുകൊണ്ട് നടക്കുന്ന എല്ലാവർക്കും നിരാശ സമ്മാനിച്ചുകൊണ്ട് UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ KC വേണുഗോപാൽ തന്നെ മുഖ്യമന്ത്രിയായിട്ട് വരുന്നൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ കോൺഗ്രസിനകത്ത് എന്ത് സംഭവിക്കും എന്നുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇന്നിപ്പോൾ KC വേണുഗോപാലിന് എതിരെ നിന്ന് ഒരക്ഷരം പറയാനായിട്ട് ധൈര്യമുള്ള ഏതെങ്കിലും കോൺഗ്രസ്സുകാരനുണ്ടോ? ഒരു രാജ്മോഹൻ ഉണ്ണിത്താൻ ഉണ്ടാവാതിരിക്കും, അതല്ലെങ്കിൽ വേറെ അങ്ങനെ 1-2 ആളുകൾ ഉണ്ടായിരിക്കാം. VM സുധീരൻ പറഞ്ഞേക്കാം, അതല്ലെങ്കിൽ ശശി തരൂര് പറഞ്ഞേക്കാം. കാരണം ഇവരൊക്കെ ഏതെങ്കിലും തരത്തിൽ KC വേണുഗോപാലിനെതിരെ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് നേരെ ഉണ്ടാവുന്ന സൈബർ അറ്റാക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയിരിക്കുന്നേ. ഷാഫി പറമ്പിലും KC വേണുഗോപാലും ഒക്കെ ഒരു വള്ളിയിൽ കെട്ടാൻ പറ്റുന്ന ഐറ്റങ്ങൾ തന്നെയാണ്. അതിനകത്ത് മാറ്റമൊന്നുമില്ല. ഇവർക്കൊക്കെ നേരെ എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ആരോപണം നമ്മൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ വരുന്ന സൈബർ അറ്റാക്ക് നിസ്സാരമാണോ? കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കന്മാർ ഇവർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥ ആലോചിച്ച് നോക്കി. K സുധാകരൻ പണ്ടെന്നോ KC വേണുഗോപാലിനെതിരെ പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിനെതിരെ വന്ന സൈബർ അറ്റാക്ക് നമ്മൾ കണ്ടതല്ലേ. അതുകൊണ്ട് KC വേണുഗോപാലിനെ സംബന്ധിച്ചിട്ട് സുനിൽ കനകലു KC വേണുഗോപാലിനെ കേരളത്തിലെ ഒരു കോമഡി പീസാക്കി മാറ്റാനായിട്ട് അധിക ദിവസം വേണ്ട എന്നുള്ളതാണ് അവസാനമായി എനിക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ളത്.